കേരള ഉണ്ടായിട്ടിങ്ങനെ ഒരു ഭരണം, അഴിമതിയുള്ള ഭരണം ഉണ്ടായിട്ടുണ്ട്. അതാണിപ്പം പ്രധാനമല്ല, മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമല്ല നടക്കണ മുഴുവൻ, അതുകൊണ്ട് ജയിക്കില്ല. ഇതിലേക്കാട്ടും സർക്കാർ ഈ വേണ്ടുന്ന രീതിയിലുള്ള ഉദ്ഘാടനവും അതുമൊക്കെ ചെയ്തതാണല്ല, പാവങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല. വരുന്നു തോന്നണില്ല മോളെ, അത്ര നല്ല ഭരണല്ലേ നടക്കണത്. ജനങ്ങൾ ഇപ്പോൾ തന്നെ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്, ആദ്യത്തെക്കാൾ ഇപ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. CPM-നകത്തുള്ള സഖാക്കളും അതുപോലെ പുറത്തുള്ള ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ആളുകളായാലും ഇപ്പോൾ ഒരുമിച്ച് നമ്മുടെ CPM-നെ കുറ്റം പറയുന്ന രീതിയാലോ. അവർ ഈ നയത്തിൽ പോവുകയാണെങ്കിൽ ഇനിയുള്ള ഇലക്ഷൻ അവർ ജയിക്കില്ല എന്ന് പോലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്ന് പറയും. എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടി ഇപ്പോൾ ഇത്രയും അടിപറ്റി പോയത് നമ്മുടെ പെൻഷൻ്റെ ഇത് വന്നതുകൊണ്ട്, പിന്നെ മുഖ്യമന്ത്രിയുടെ കുറേ ആവശ്യമില്ലാത്ത കുറേ സംസാരങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. ഇനിയും ഇപ്പോൾ അടിതൊട്ട് മുടി വരെ രണ്ടാമത് റീവർക്ക് ചെയ്താൽ മാത്രമേ ഇത് നേരിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനൊരു പാർട്ടി അനുഭാവിയാണ്, പക്ഷേ എങ്കിൽ തന്നെ ഇതാണ് അതിൻ്റെ കാരണങ്ങൾ. ഇതാണ് ഭരണം എവിടെയെങ്കിലും കണ്ടു? കേരള ഉണ്ടായിട്ടിങ്ങനെ ഒരു ഭരണം, അഴിമതിയുള്ള ഭരണം ഉണ്ടായിട്ടുണ്ട്. ഭരണം കണ്ടിട്ട് ഇനി നമ്മുടെ കേരളത്തിൽ അടുത്ത ഇലക്ഷനിൽ CPM തന്നെ വരുമെന്ന് തോന്നുന്നുണ്ടോ? വരുന്നു തോന്നണില്ല മോളെ, അത്ര നല്ല ഭരണല്ലേ നടക്കണത്. അത്രേ പറയാനുള്ളൂ. എനിക്കും അതെ. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ ഇപ്പോൾ തന്നെ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്, ആദ്യത്തെക്കാൾ ഇപ്പോൾ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ സാധനങ്ങൾക്ക്, ഗ്യാസിന്, പെട്രോളിന് എല്ലാത്തിനും വില കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ തന്നെ ഒരുപാട് പാവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കെട്ടം വീടില്ലാതെ അവർ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. ഇതിലേക്കാട്ടും സർക്കാർ ഈ വേണ്ടുന്ന രീതിയിലുള്ള ഉദ്ഘാടനവും അതുമൊക്കെ ചെയ്തതാണല്ല, പാവങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ? ആർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്യും? അതാണ് പറഞ്ഞത്, നല്ല ഭരണം കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ആരായിരുന്നാലും അത് തന്നെ. ഇപ്പോൾ ഇവരെല്ലാം ഏത് പാർട്ടി വന്നിരുന്നാലും നല്ല ഭരണം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അവർ വോട്ടിടും. ഇപ്പം നിങ്ങൾ ആർക്കായിരുന്നാലും അത് തന്നെ. ഇത്രയും ഉള്ളൂ. നയം ശരിയല്ല, ജയിക്കൂല. നയം ശരിയല്ല, ജയിക്കൂല. തിരുത്തണം, പാർട്ടി തിരുത്തണം. അതാണിപ്പം പ്രധാനമല്ല, മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമല്ല നടക്കണ മുഴുവൻ, അതുകൊണ്ട് ജയിക്കില്ല. അപ്പൊ സർക്കാർ അതൊക്കെ ഒത്തിരി ആൾക്കാർക്ക് ഹിതമല്ലാത്തവർക്ക് ഒത്തിരി പേർക്ക് ഇത് കിട്ടുന്നുണ്ട്. ക്ഷേമനിധി, പെൻഷനൊക്കെ, വാർദ്ധക്യ പെൻഷനൊക്കെ, അതൊക്കെ നല്ല രീതിയിൽ സർക്കാർ ഒരു അന്വേഷണം നടത്തി കിട്ടേണ്ടവരിലേക്ക് അത് എത്തുക ഒക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ വോട്ട് ചെയ്തില്ല, കാരണം എനിക്ക് അതിന് റീസൺ ഉണ്ട് പറയാനായിട്ട്. അതാണ്, കാരണം നമുക്ക് ഒരു ഇതുമില്ലെങ്കിലും നമുക്ക് ഒരു ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് അതിന് നമ്മളേലും ഒത്തിരി ഉള്ള ആൾക്കാർക്ക് ധാരാളം പാർട്ടിക്ക് വേണ്ടി സഹകരിച്ച് നമ്മൾ നടന്ന ആൾക്കാരാണ്. നമുക്ക് ഒരു ഇതില്ലെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ മനസ്സിലെത്തില്ലേ. അത്രയും സമയം മെനക്കെട്ട് നമ്മൾ വേസ്റ്റ് ചെയ്താക്കി നമ്മൾ വോട്ട് ചെയ്യാൻ പോകേണ്ടതായ ഒരു കാരണം നമുക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ സമയം വിലപ്പെട്ട സ്ഥലമാണ്, നമ്മളത് ചെയ്തിട്ട് നമുക്കൊരു പ്രയോജനമില്ല. നമ്മൾ വോട്ട് കളയില്ല, വിലപ്പെട്ടത് അത് വോട്ട് കളയാൻ പാടില്ല, അത് ചെയ്യും. അഭിപ്രായം എന്ന് വെച്ചാൽ അവരെ നമ്മളിപ്പോൾ സാധാരണ എല്ലാവർക്കും വോട്ട് ചെയ്യണം, അത് നമ്മൾ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചാൽ അവർ എന്തെങ്കിലും സഹായം നമ്മൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെയല്ലേ നമ്മൾ അവരെന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്തെന്നാൽ അവർക്കും നല്ലത്, നമുക്കും നല്ലത് അല്ലേ. അതാണ് എൻ്റെ അഭിപ്രായം പറയാനായിട്ടുള്ളത്. എല്ലാവരും ഒരുപോലെ, എല്ലാ മനുഷ്യരും ഒരുപോലെ കാണണം എന്നാണ് എനിക്കുള്ള പറയാനുള്ളത്. എനിക്ക് വേറെ ഒന്നും പറയാം.